സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും കുട്ടി ഹോസ്പിറ്റലിലെത്തിയ രാധിക അവിടെ അഡ്മിറ്റായി കിടക്കുന്ന പരമേശ്വരനെ കാണുന്നുണ്ട്. അങ്ങനെ പത്മിനിയെ കണ്ട് പത്മിനിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് രാധിക ഈ സമയത്തായിരിക്കും സിസ്റ്റർ വന്ന പത്മിനിയെ ചില പേപ്പറിലൊക്കെ സൈൻ ചെയ്യാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഈ സമയം രാധിക ഐസുവിൻ്റെ മുമ്പിൽ തന്നെ കാത്തു നിൽക്കുമായിരിക്കും. അങ്ങനെ രാധിക അവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. ഇതേ സമയം ഐസുവിൻ്റെ പരിസരത്തൊന്നും ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ഗൗതം പരമേശ്വരനെ കൊല്ലാൻ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് വിചാരിച്ച് മാസ്കും വെച്ച് ഐസിയുവിൻ്റെ അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. ഈ കാഴ്ച രാധിക കാണുവാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഗൗതം രാധികയെ നോക്കുന്നുണ്ട്. അന്നേരം രാധിക അങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഗൗതമിൻ്റെ കണ്ണിപ്പെടാതെ നിൽക്കുവാണ്. പരമേശ്വരനെ കൊല്ലാനുള്ള ഗൗതമിൻ്റെ ആ പ്ലാൻ രാധിക തന്നെ പൊളിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് മുത്തശ്ശിയുമായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്ന രാധികേനെയും യശോധനെയുമാണ് കേട്ടോ. ഈ സമയം ദേവനാരായണൻ പ്രിയങ്കയും കുട്ടി വീട്ടിലെത്തിയിട്ടുണ്ടാവും. അങ്ങനെ പ്രിയങ്കയെ അകത്തേക്ക് കയറ്റാതെ പുറത്ത് തന്നെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ദേവനാരായണൻ. അങ്ങനെ ദേവൻ വന്ന് അകത്ത് ദേഷ്യത്തിലിരിക്കുകയാണ്. ഈ സമയം വീട്ടിൽ തിരിച്ചെത്തുന്ന മുത്തശ്ശിയൊക്കെ പുറത്ത് ബാഗും തൂക്കി നിൽക്കുന്ന പ്രിയങ്കയെ കണ്ട് എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി എന്നെ പ്രിയങ്കയും കൂട്ടി അകത്തേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി ദേവനോട് ചോദിക്കണേ, എന്താ ഇവിടെ സംഭവിച്ചത്? നീ എന്തിനാ പ്രിയങ്ക മോളെയും കുട്ടി ഇങ്ങോട്ട് വന്നത്? ഇവളെന്താ ബാഗൊക്കെ ആയിട്ട് വന്നത്? അല്ല വരണവിടെ? അന്നേരം ദേവനാരായണൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. പാതിരാത്രിക്ക് കണിമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചു. നമ്മുടെ മോള് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചതല്ല. കണിമംഗലത്തുകാർ കൊടുത്ത പൊന്നു ആഭരണങ്ങളൊക്കെ ബാഗിലാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അങ്ങനെ ഈ വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുവാണ് മുത്തശ്ശിയും യശോദയും രാധികയൊക്കെ. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ മറുപടിയൊന്നും പറയാതെ ബാഗുമായിട്ട് അകത്തേക്ക് പോകുവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീനാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ശനി ഞായറും നമുക്ക് എപ്പിസോഡ് ഉണ്ടാവില്ല. ഇനി അടുത്ത എപ്പിസോഡ് മൺഡേയിലായിരിക്കും ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മൺഡേയിലെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്